എല്ലാവർക്കും ലീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര കൊണ്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 ബൗള് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ബൗളാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ 1 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം വിസിൽ കുറച്ച് കൂടുതൽ അടിച്ചാൽ മതിയാവും. ഞാൻ ഇപ്പോൾ കുതിർത്ത് വെച്ച മുതിര ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് കുക്കറിൽ ഇട്ടേക്കണത്. ഞാൻ ഉപ്പോ മഞ്ഞളൊന്നും ചേർക്കണില്ല, വെറുതെ കുക്കറിൽ അടിക്കാൻ വിടുകയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് സവാള, ഒരു തണ്ട് വേപ്പില, 2 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി. ഇത്രമാത്രം ചേരുവകളുള്ളൂ ഇതിൽ. നമ്മളുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി പകുതി വാടിയപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ ഇളക്കി കൂട്ടി അതും ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇടയിൽ ഇളക്കി കൂട്ടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൂട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തു. അങ്ങനെ നമ്മളുടെ മുതിരക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു കറിയായിരിക്കും. ഇത് കഞ്ഞിക്കും ചോറിനും ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.